ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പെസഹ അഷ്ടദിനങ്ങൾ ശനിയാഴ്ച. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 16 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ശിഷ്യന്മാരുടെ വിശ്വാസ രാഹിത്യമാണ് സുവിശേഷത്തിലെ പ്രധാന പ്രമേയം. വിശ്വാസം ഒരു ദൈവിക ദാനമാണ്. ക്രിസ്തുവിലുള്ള ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അവരുടെ മനസ്സിൽ നിറയെ ഭയമായിരുന്നു. അതിന് കാരണമുണ്ട്. അവർക്ക് നഷ്ടമായത് ഒരു നേതാവിനെയാണ്. ചില നേരങ്ങളിൽ ഭയം നമ്മെയും അടിമപ്പെടുത്തുന്നു. ഭയം നമ്മുടെ ഹൃദയത്തെ മൂടിക്കളയുന്നു. ശിഷ്യന്മാർ രണ്ടാമതായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതിൻ്റെ കാരണം അവർ സംശയിച്ചു എന്നതാണ്. ഈ സംശയം അവരുടെ ഉള്ളിൽ നിരവധി ആകുലതകൾ സൃഷ്ടിച്ചു. പക്ഷേ സുവിശേഷത്തിൻ്റെ അവസാനം നമ്മൾ ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തുനാഥൻ ശിഷ്യന്മാരോട് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഭയന്ന് സംശയിച്ച് ഓടിയകന്ന ശിഷ്യന്മാരോടാണ് കർത്താവ് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ കാരണം? നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടെങ്കിലും സംശയമുണ്ടെങ്കിലും വിശ്വാസരാഹിത്യമുണ്ടെങ്കിലും ക്രിസ്തുനാഥൻ നമ്മിൽ വിശ്വസിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. ക്രിസ്തുനാഥൻ നമ്മിൽ വിശ്വസിക്കുന്നു എന്നത് നമ്മൾ കാണുമ്പോൾ നാം കൂടുതലായിട്ട് ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ദൈവിക വേല അത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് ഒരു വ്യക്തിയെ സുവിശേഷ വേലയ്ക്കായിട്ട് അയക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരാൾ സുവിശേഷ വേലയ്ക്കായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അയക്കപ്പെടുമ്പോൾ അവനോടുകൂടെ ക്രിസ്തുനാഥനും അനുധാവനം ചെയ്യുന്നു. അതുകൊണ്ട് ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും കയത്തിൽ നിന്നും കരകയറി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും സാക്ഷികളായി നമുക്ക് മാറാം. സ്നേഹം നിറഞ്ഞവരെ, നാം നിരവധി തിരക്കുകളിൽ ഉള്ളവരാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് ചിലപ്പോൾ സമയം ലഭിക്കാറില്ല. എന്നാൽ വിശുദ്ധർ നമുക്ക് നല്ലൊരു ഉത്തരം നൽകുന്നുണ്ട്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇങ്ങനെ പറയുന്നു: എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ഇതിൻ്റെ അർത്ഥം അത്തര വ്യായാമം അല്ലെങ്കിൽ വാക്കുകൾ മാത്രമല്ല സുവിശേഷം. നേരെ മറിച്ച് നമ്മുടെ പ്രവൃത്തി കൂടെ അതിൽ ഉൾച്ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ സുവിശേഷ വേല പൂർണ്ണമാകുന്നത്. എങ്ങനെ നമുക്ക് വാക്കുകളുടെ അല്ലാതെ സുവിശേഷം പ്രസംഗിക്കാം? വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രമിക്കാം. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും
വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ലഭിച്ച കഴിവുകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ഇതെല്ലാം നൽകുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്. ഇതെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ കഴിവുകളിലും നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ.